ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ലിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയാണ് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള മല. ഒരു കാലത്ത് ആരാലും കാര്യമായി അറിയപ്പെടാതിരുന്ന ഇല്ലിക്കൽക്കല്ല് വളരെ പെട്ടെന്നാണ് പ്രശസ്തമായത്. ഇല്ലിക്കൽക്കല്ലിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. കൂടുതൽ വിശേഷങ്ങളും അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇല്ലിക്കൽക്കല്ലിലേക്ക് പോവാം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മൂന്നലവ് ജംഗ്ഷനിലാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നമുക്ക് യാത്ര ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ കുറച്ച് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. മുന്നോട്ട് വലിയ പ്രശ്നമില്ലാതെ പോകാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽക്കല്ലിലേക്ക് നമ്മൾ അടുക്കും തോറും ആ പ്രകൃതിയുടെ മനോഹാരിത കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റോഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വളവും തിരിവും ഒക്കെ ഉള്ള ഒരു റോഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. ഒരുപാട് ആളുകൾ വന്നും പോയും ഒക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു സഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്പോട്ടാണ് ഇല്ലിക്കൽക്കല്ല്. ഇപ്പോൾ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഇല്ലിക്കൽക്കല്ലിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതിന് ശേഷം ആളുകൾ പുറത്തെങ്ങും പോകാതെ കുറേ നാൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിമ്മിഷ്ടപ്പെട്ട് നിന്നതിൻ്റെ ആ ഒരു സ്ട്രെസ്സൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ സമയത്ത് ഇല്ലിക്കൽക്കല്ലിലേക്ക്. കുട്ടിക്കാലം മുതലേ ഇല്ലിക്കൽക്കല്ലിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് പോകുന്നത് 2017 ഫസ്റ്റ് ടൈം പോയപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. മോർണിംഗ് ടൈമും കൂടെ ആയിരുന്നു ഞങ്ങൾ പോയത്. രാവിലെ പോയപ്പം കിടു വ്യൂ ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. ആ ടൈമിലാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു എഫക്റ്റ് വരുമോ എന്നെനിക്ക് അറിയില്ല. പിന്നെ അവിടെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് മോർണിംഗ് ടൈമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും അതായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷേ ഒരു 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണിയെന്ന് പറയാൻ പറ്റില്ല, 16ൻ്റെ പണി കിട്ടി. ഇവിടെ കൊറോണ ആയതുകൊണ്ട് ജീപ്പ് സർവീസ് ഇല്ല. അപ്പോൾ ഒരു മലയുടെ 2 വളവ് മൊത്തം നടന്ന് കയറണമെന്നാണ് പറയുന്നത്. അങ്ങനെ 2 കർവ് വളവ് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. 1ാമത്തെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ദയവായി ഉച്ച സമയത്തൊന്നും ഇറങ്ങരുത്. പണ്ടാരം അടങ്ങും. അതുകൊണ്ടാണ്. നല്ല വെയിലുണ്ട്. it low-key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free.
I never wanna look at a house in the garden. I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. You told me you don't really do commitment, trust me. ജീപ്പ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് നടന്ന് നടന്ന് തളർന്നു. എന്നിരുന്നാലും നല്ല വ്യൂ ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതെന്ന് പറയുന്ന, മുൻപ് വന്നപ്പോഴത്തേക്കും ഈ കൈ പിടിച്ച് പോകുന്ന സംഭവമൊന്നുമില്ല. ഇത് പുതിയതായിട്ട് ഇപ്പോൾ വെച്ചതാണ്. ഇത് നടന്ന് തളർന്നു വരുന്നവർക്ക് ഒരു നല്ലൊരു സഹായമാണ്, ഒരു കൈത്താങ്ങെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് ചെയ്ത് എന്തായാലും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളിനി മുകളിൽ ഒന്ന് നടന്നെത്താൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ കടമ്പയും കടന്നിങ്ങ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന ഇല്ലിക്കൽ കല്ല്. ഈ ഒരു കല്ല് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോപ്പിലേക്ക് വന്നതെന്ന് എല്ലാവരും കരുതും. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് ഇവിടെ വന്ന് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉറപ്പായിട്ടും. ഇതുവരെ ഇല്ലിക്കക്കല്ലിൽ പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്ഥലത്തൊന്ന് പോയി നോക്കണം.